ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ കേശൂട്ടന്റെ പിറന്നാളിനോടനുബന്ധിച്ചുള്ള ഒരു ഷോപ്പിംഗ് ഇറങ്ങിയതാട്ടോ. നമ്മുടെ തൃശ്ശൂർക്കാണ്. കേശൂട്ടന് കാത് കുത്തിയിട്ട് കമ്മല് വാങ്ങി കൊടുത്തിട്ടില്ലെന്നാണ് പരാതി. എന്നാ പിന്നെ അതങ്ങോട്ട് തീരട്ടെ എന്ന് വിചാരിച്ചു. ഗോൾഡ് വാങ്ങണമെന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂർക്കാർ കൂടുതലും പുത്തമ്പള്ളി സൈഡിലേക്കല്ലേ പോണത്. അപ്പോൾ നമ്മൾ ജ്വല്ലറിയിൽ എത്തിയിട്ടോ. വെറൈറ്റി മോഡലിലുള്ള ഒരുപാട് സ്റ്റഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും നമ്മൾ സ്റ്റോൺസിന്റെ സ്റ്റഡ്സ് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒന്ന് വൈറ്റ് ഗോൾഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കമ്മല് വെച്ചപ്പോൾ കേശൂട്ടന് ഹാപ്പി, അവന്റെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങളും ഹാപ്പി. അവിടുന്ന് നേരെ പോയത് ഫാസിയോയിലേക്കാണ്. ഒന്നും വാങ്ങാനില്ലെങ്കിലും തൃശ്ശൂർക്ക് വന്നാൽ വെറുതെ ഫാസിയോയിൽ ഒന്ന് കയറി നോക്കും, പുതിയ വല്ല കളക്ഷൻസും വന്നിട്ടുണ്ടോ എന്നറിയാൻ. ഷോപ്പിങ്ങിന്റെ ഇടയിൽ കേശൂട്ടന് ഒരു ഫ്രണ്ടിനെയും കിട്ടിയിട്ടോ. ഞങ്ങൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന സമയത്തൊക്കെ അവര് തമ്മിൽ കളിക്കായിരുന്നു. ഇവിടുത്തെ ലേഡീസിന്റെ കളക്ഷൻസ് ഒക്കെ അടിപൊളിയാട്ടോ, അഫോർഡബിളുമാണ്. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, ബോയ്സിന് ഡ്രസ്സ് എടുക്കാൻ പോയാൽ ഗേൾസിന്റെ നല്ല അടിപൊളി ഡ്രസ്സ് ഒരുപാട് ഉണ്ടാകും. അത് നോക്കി ആസ്വദിച്ചിട്ട് ഇങ്ങോട്ട് പോരും. ഒരുപാട് തിരഞ്ഞിട്ടാണ് കേശൂട്ടന്റെ പാകത്തിനുള്ള ഒരു ഡ്രസ്സ് കിട്ടിയത്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ അടുത്ത പരിപാടി എന്താകും? അതെ, ഫുഡ് അടി തന്നെ. ഇനി അതിനുള്ള തിരച്ചിലാണ്. ഇപ്പൊ തന്നെ സമയം 8:30 കഴിഞ്ഞു. ഈ സമയത്തൊക്കെ എല്ലാ ഹോട്ടലിലും നല്ല തിരക്കുണ്ടാവും, എസ്പെഷ്യലി വീക്കെൻഡ്സിൽ. അങ്ങനെ കുറേ ദൂരം ഇങ്ങോട്ട് വന്നപ്പോഴാണ് ദയ ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞിട്ട് റൗണ്ട് ദ ഗ്ലോബൽ ഡിന്നർ എന്ന ബോർഡ് കണ്ടത്. ഈ വഴി പോകുമ്പോൾ പലപ്പോഴും ഒന്ന് കയറി നോക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്നാണത് സാധിച്ചത്. കേരളത്തിലെ തന്നെ വലിയ റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണിത്. വലിയ പാർക്കിംഗ് സ്പേസും ഉണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ അതിപ്പോൾ എത്ര ആൾക്കാരുണ്ടെങ്കിലും ഇരുന്ന് കഴിക്കാനുള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ വളരെ നല്ല സർവീസുമാണ്. അപ്പോൾ ഫുഡ് അടിയോടുകൂടി ഇന്നത്തെ വ്ലോഗ് അവസാനിച്ചു കേട്ടോ.
തുടർന്നും വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.